ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്റ്റഫർ നോളന്റെ ഓഡസി എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമയെക്കുറിച്ച് ആദ്യം തന്നെ എൻ്റെ അഭിപ്രായം പറയാം. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ ഗ്രാൻഡ് എപ്പിക് അഡ്വഞ്ചർ മൂവി. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഐമാക്സിൽ തന്നെ കാണാനേ ഞാൻ പറയുള്ളൂ. സിനിമയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഗ്രീക്ക് മിത്തോളജിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഗ്രീക്ക് മിത്തോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോമറുടെ രണ്ട് മഹാകാവ്യങ്ങളാണ് ഇലിയാഡും ഓഡസിയും. ഇത് രണ്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ട്രോജൻ യുദ്ധം. ഇതിനെക്കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇനി ഈ ട്രോജൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത്തിക്ക എന്ന രാജ്യത്തിന്റെ രാജാവായ ഒഡീഷ്യസ്. ഒഡീഷ്യസ് ഈ യുദ്ധത്തിന് ശേഷം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു യാത്രയാണ് ഓഡസി എന്ന മഹാകാവ്യത്തിൽ കാണിക്കുന്നത്. എന്നാൽ ഇതൊരു ട്രൂ അഡാപ്റ്റേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് ഞാൻ പറയും. കാരണം ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കുറച്ച് സംഗതികൾ ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ ട്രൂ അഡാപ്റ്റേഷൻ. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും അതിഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ വർക്കാണത്. ഫസ്റ്റ് തന്നെ സിനിമാറ്റോഗ്രഫിയെ കുറിച്ച് പറയാം. സിനിമാറ്റോഗ്രഫിയെ കുറിച്ച് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ അതിൻ്റെ വിഷ്വൽസ് അതിഗംഭീരമായുള്ള വിഷ്വൽസാണ്. ചില സീനുകളിൽ കാണുന്ന ഒരു ഗ്രാൻഡ് ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും പകർന്നെടുക്കാൻ ആ ഐമാക്സ് ക്യാമറയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല. ക്രിസ്റ്റഫർ നോളൻ പീക്ക് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇതിലൊരു ഓസ്കാർ കിട്ടിയില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ. ചില സീനുകളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, നമ്മൾ കോരിത്തരിപ്പിക്കുന്ന രീതിയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പല സൈഡിലുണ്ട്. അതുപോലെ തന്നെ ചില സീനിൽ വളരെ പീസ്ഫുള്ളായിട്ട് നമ്മളെ ഒരു ജേണിയിലൂടെ നമുക്കും പോകാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡയറക്ഷനും സിനിമാറ്റോഗ്രഫിയും എല്ലാം ഉള്ളത്. ടെക്നിക്കൽ സൈഡിൽ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവം ഈ സിനിമയുടെ കാസ്റ്റിംഗ് ആയിരുന്നു. ഹോളിവുഡ് സിനിമകൾ ഇപ്പോൾ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. പല സിനിമകളിലും ജെൻഡർ സ്വാപ്പിംഗ്, റേസ് സ്വാപ്പിംഗ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇറങ്ങുന്നത്. സോ ജനറൽ ആയിട്ടുള്ള ഓഡിയൻസിന് അത് എന്താ പറയുക, ഓവറോൾ സ്റ്റോറീനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ജനറൽ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടാതെ ആവുകയും പല സിനിമകളും അതേ തുടർന്ന് പൊട്ടി പണ്ടാരടങ്ങി പോയിട്ടുണ്ടെന്ന് പറയാം. സോ ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിൽ അദ്ദേഹം ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ട്രെയിലർ ഫസ്റ്റ് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്തു. ഈ സിനിമയുടെ റെപ്യൂട്ടേഷനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്തു. കാരണം അതിനൊരു പ്രൂഫാണ് ഈ സിനിമയുടെ ട്രെയിലർ എടുത്ത് നോക്കിയാൽ കാണാം. അതിൻ്റെ ട്രെയിലറിൽ ലൈക്കിനെക്കാട്ടും കൂടുതൽ ഡിസ്ലൈക്കാണ്. സോ അത് ജനറൽ ഓഡിയൻസിന് ഒരുപാട് വറി ചെയ്തൊരു സംഭവമാണ്. പേഴ്സണലി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും വറീഡ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. ക്രിസ്റ്റഫർ നോളൻ ഇങ്ങനൊരു ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മാത്രമല്ല പക്ഷേ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ആ ഹോപ്പ് എന്നുള്ളത് ക്രിസ്റ്റഫർ നോളൻ എന്ന ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ആ ഒരു പാസ്റ്റാണ്, ആ ഒരു ക്വാളിറ്റിയാണ്. ആ ഹോപ്പ് അദ്ദേഹം നിലനിർത്തിയത് കൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ സിനിമയുടെ കാസ്റ്റിംഗ് നല്ലൊരു കാസ്റ്റിംഗ് തന്നെയാണ്. കാരണം മെയിൻ കഥാപാത്രങ്ങളെയെല്ലാം അദ്ദേഹം നോർമൽ നമുക്കൊരു ഡിഫറൻ്റ്ലി ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്ലേസ് എന്ന് തോന്നുന്ന കഥാപാത്രങ്ങളില്ല. വളരെ വളരെ കുറച്ച് സ്ക്രീൻ ടൈമുള്ള കഥാപാത്രങ്ങളാണ് ഈ കോൺട്രവേഴ്സീസിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ആ സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ക്രിസ്റ്റഫർ നോളൻ നല്ലൊരു എന്താ പറയുക, മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്തതെന്ന് പറയും. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുള്ള സംഭവം കൊണ്ടുവരികയും ചെയ്തു, ആ ഒരു ഓഡിയൻസിനും അത് അപ്പീൽ ചെയ്തു. എന്നാൽ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആ ഒരു സംഭവത്തിന് ബാധിക്കാത്ത രീതിയിലും അങ്ങനെ ഒരു സിനിമ ഇറക്കി. സോ രണ്ട് വഞ്ചിയിൽ കാലുകുത്തുകയും ചെയ്തു, വേറെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. സോ ഒന്നെങ്കിൽ ഇതൊരു ബ്രില്യൻ്റ് മൂവ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം, കാരണം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. സോ കാസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് കാസ്റ്റിംഗ്. മെയിൻ കഥാപാത്രങ്ങളെല്ലാം അടിപൊളിയായിട്ട് പെർഫോമും ചെയ്തു. മാത്രമല്ല അവർ ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നിയിട്ടുമില്ല. ഇനി ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ പോരായ്മകൾ പറയാം. വലിയ പോരായ്മകളായിട്ട് ഒന്നുമില്ല, എങ്കിലും ഒരു പോരായ്മ എന്നുള്ളത് ഈ സിനിമയുടെ കഥയിൽ നടക്കുന്ന പല സംഭവങ്ങളുണ്ട്. അത് പല സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ ആ നടക്കുന്ന സംഭവങ്ങൾ കുറച്ച് ഡെപ്ത് കുറഞ്ഞു പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചില കഥാപാത്രങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ അവർ ആരാണ്, എന്താണ് എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അഫ്കോഴ്സ് ഈ ഓഡസി എന്ന നോവൽ വായിച്ചവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയുന്നവർക്ക് കുറച്ച് ഡെപ്തുള്ള സംഭവമാണ്. അല്ലാതെ ആ കഥാപാത്രങ്ങൾ ആരാണെന്നൊന്നും പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. വളരെ കുറച്ച് ഷോർട്ട് ടൈമാണ് പലർക്കും കാണിക്കുന്നത്. സോ അവരായിട്ടൊരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. അതെന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവില്ല. എങ്കിലും അത് ഈ സിനിമ കാണിക്കുന്ന ഒരു മെയിൻ സ്റ്റോറിയിലേക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട്
നമുക്കത് വലിയ വിഷയമായിട്ട് വരുന്നില്ല. രണ്ടാമതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഈ സിനിമയുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ പൂർണ്ണമായിട്ടും ഐമാക്സ് 65mm ഷൂട്ട് ചെയ്ത സിനിമയാണ്. പക്ഷേ ഈ സിനിമ അതിൻ്റെ ആ ഒരു ട്രൂ വെർഷനിൽ കാണണമെങ്കിൽ ഐമാക്സ് 70 തിയേറ്ററിൽ തന്നെ പോയി കാണണം. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഈ ഇന്ത്യ എന്ന രാജ്യത്തില്ല. അതാണ് ഏറ്റവും വലിയ പോരായ്മ. അങ്ങനെ ഒരു ട്രൂ വെർഷനിൽ കാണാൻ തന്നെ വേൾഡിൽ തന്നെ വളരെ കുറച്ച് സ്ക്രീനുകളേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇത്രയും വലിയൊരു മാർക്കറ്റായ ഇന്ത്യയിൽ നമുക്കൊരു ഐമാക്സ് 70 തിയേറ്റർ ഇല്ലാന്ന്, പ്രോപ്പർ തിയേറ്റർ ഇല്ല. ആകെയുള്ള ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗുജറാത്തിലെ ഒരു ചെറിയൊരു യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഭവമാണ് ഉള്ളത്. അല്ലാതെ തിയേറ്റർ എന്ന് പറയാനുള്ള സംഭവമൊന്നുമില്ല. തിയേറ്ററായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടാവണം. കാരണം നമ്മുടെ ഇവിടെ ഐമാക്സ് ഇഷ്ടം പോലെ ആസ്വദിക്കുന്ന ഉള്ള ഐമാക്സ് എല്ലാം ലൈമാക്സ് എന്ന് പറഞ്ഞ സംഭവമാണ്, ട്രൂ ഐമാക്സ് അല്ല. പക്ഷേ ആ ഒരു 70mm നമ്മുടെ ഇന്ത്യയിൽ വേണം, അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലും കൊണ്ടുവരാൻ ആരെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് ഫാൻസ് ഉണ്ട്, അതിന് ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഐമാക്സ് എന്ന് പറഞ്ഞ സംഭവം. സാധാ തിയേറ്ററിൽ പോകുന്നതിനെക്കാട്ടിയും എക്സ്പീരിയൻസ് ഐമാക്സിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ചെറിയൊരു ഡിഫറൻസ് അല്ല. ഇപ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്ന 4K കണ്ടൻസ് ഒക്കെ കാണുന്നതുകൊണ്ട് നമ്മളൊരു സാധാ 2K സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ വലിയ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഡിഫറൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. സൗണ്ടിൽ മെയിനായിട്ട് വരുന്ന സൗണ്ടിലാണ്, അറ്റ്മോസ് ആ ഫീച്ചേഴ്സിലാണ്. പക്ഷേ സിനിമാറ്റിക് ക്വാളിറ്റിയിൽ അത്ര ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ടി വിയിലും അതേപോലെ തന്നെ 4K ടി വിയിലൊക്കെ കാണുന്ന കണ്ടൻറ്റും ഐമാക്സിലും പോയി കാണുമ്പോൾ ക്ലാരിറ്റി വളരെ വ്യത്യാസമുണ്ട്. അത് നമ്മളെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ ഫീൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് വളരെ ഡിഫറെൻ്റ് ആണ് ഐമാക്സിൽ. ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ഇനി ഐമാക്സ് വലിയ സ്ക്രീനുകൾക്ക് പറ്റുള്ളൂ. സോ ആരെങ്കിലുമൊക്കെ നമ്മുടെ കേരളത്തിലും ഐമാക്സിൻ്റെ ഒരു 70mm സ്ക്രീൻ കൊണ്ടുവരാൻ ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും. കാരണം നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് കണ്ടാൽ മതി. പക്ഷേ ആ ട്രൂ വെർഷനിൽ ഇതിനെ ആസ്വദിക്കാൻ പറ്റണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. എനിക്കത് ഇവിടെ ആസ്വദിക്കാൻ പറ്റില്ല, അത് നമ്മുടെ നഷ്ടം. സോ ഗൈസ്, ഓവറോൾ പറയുകയാണെങ്കിൽ സിനിമ എന്ന എക്സ്പീരിയൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ടാണ് പോയത്. ആകെ ഒരു എക്സ്പെക്റ്റേഷൻ ക്രിസ്റ്റഫർ നോളൻ എന്ന പേരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പക്കാ ക്രിസ്റ്റഫർ നോളൻ പടം തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ യുണീക്ക് ഐഡൻറ്റിറ്റി ഈ സിനിമയിലുണ്ട്. ഇനി ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും ഒരു 2-3 ഓസ്കാറൊക്കെ അടിക്കാനുള്ള സംഭവം സിനിമയിലുണ്ട്. അടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം കണ്ടന്റ് ക്ലാസിക്കാണ്, എല്ലാം ക്ലാസിക്കാണ്, ടോപ്പ് ആക്ടേഴ്സും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ക്രിസ്റ്റഫർ നോളൻ അതേപോലെ തന്നെ നമ്മുടെ സൗണ്ടിനും കിട്ടാണ്ടിരിക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഈ സിനിമ കാണാൻ പോകുന്നവരോട് ഒരു സജഷൻ ഉള്ളത്, ഈ സിനിമ കാണുന്നതിന് മുമ്പ് 2004 വൂൾഫ്ഗാങ് പീറ്റേഴ്സൺ ഡയറക്റ്റ് ചെയ്ത ട്രോയ് എന്ന സിനിമ നിങ്ങൾ കാണണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോമറുടെ 2 മഹാകാവ്യങ്ങളാണുള്ളത്. ഒരെണ്ണം ഇലിയാഡും ഒരെണ്ണം ഓഡസിയും. അതിൽ ഇലിയാഡ് എന്ന മഹാകാവ്യത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ട്രോയ് എന്ന സിനിമയിലുള്ളത്. അതിൽ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, വാർ എപ്പിക് മൂവി എന്ന് തന്നെ പറയാം അതിനെ. ആ ഒരു മഹാകാവ്യം അത് തന്നെയാണ്. ആ മഹാകാവ്യത്തിൻ്റെ സ്റ്റൈലും അത് തന്നെയാണ്. അത് കൂടുതലും എന്താ പറയുക, ഗ്ലോറി, വാർ, ആ ഒരു മെൻറ്റാലിറ്റി, കുറച്ചും കൂടി മസ്കുലിൻ ടൈപ്പുള്ള സ്റ്റോറീസും ഒക്കെ പറയുന്ന ഒരു സംഭവമാണ് ട്രോയ് എന്ന സിനിമയിലുള്ളത്. സോ ട്രോയ് എന്ന സിനിമയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഓഡസി എന്ന സിനിമ എന്ന് പറയാം, സ്റ്റോറി വൈസ് നോക്കുമ്പോൾ. കാരണം ട്രോയിൽ നമുക്ക് സീൻ ബീനാണ് ഒഡീസിയസ് ആയിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറിയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഓഡസി എന്ന ഈ സിനിമയിലുള്ള സ്റ്റോറി വരുന്നത്. സോ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും. ആ ഒരു ഇമ്പാക്റ്റ്, ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതായിട്ട് തോന്നി. കാരണം ഞാൻ ട്രോയ് എന്ന സിനിമ കണ്ട ആളാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണത്. സോ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും കിട്ടും എന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. സോ ട്രോയ് കണ്ടതിന് ശേഷം, ഇപ്പോൾ നിങ്ങൾക്ക് ട്രോയ് കണ്ടതിന് ശേഷം ഓഡസി കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ക്രിസ്റ്റഫർ നോളൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനിയൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്റ്റഫർ നോളൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 2014 മുതൽ അദ്ദേഹം ഓരോ 3 വർഷം കൂടുമ്പോഴാണ് ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. 2014 ഇന്റർസ്റ്റെല്ലാർ ഇറങ്ങി, 2017 ഡൺക്രിക്ക് ഇറങ്ങി, പിന്നെ 2020 ടെനറ്റ് ഇറങ്ങി, 2023 ഓപ്പൺഹൈമർ ഇറങ്ങി, ഇപ്പോൾ 2026 നമ്മുടെ ഓഡസി ഇറങ്ങി. ഇനി മിക്കവാറും പടം 29 ആകുമ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു സങ്കടം മാത്രമാണ് എനിക്കുള്ളത്. 2014 നോളൻ്റെ ഇന്റർസ്റ്റെല്ലാറിന് ശേഷം ഏറ്റവും മികച്ച സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ദ ഓഡസിയാണ്. ബാക്കി എല്ലാ സിനിമയും ഒരു മിഡ് ലെവൽ എന്നേ ഞാൻ പറയുള്ളൂ. സോ നെക്സ്റ്റ് സിനിമ 2029 കാണുമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.
സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ഡോൺ അലൻ ജോസ് സൈനിങ് ഓഫ്.